ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ജൂലൈ 31 ഈശോയുടെ തിരുരക്തത്തിൻ്റെ വണക്കത്തിനായിട്ട് നമ്മൾ പ്രത്യേകം മാറ്റിവെച്ച ഒരു മാസമാണ് ജൂലൈ മാസം. ഈശോയുടെ 28,430 തുള്ളി രക്തം എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിൻ്റെ കണക്കുകൾ ഒരു തുള്ളി വ്യത്യാസമോ കൂടുതലോ ഉണ്ടോ, അതൊന്നുമല്ല പ്രശ്നം. ഈശോയുടെ തിരുശരീരത്തിൽ നിന്നൊഴുകിയ തിരുരക്തം മുഴുവൻ ലോകം മുഴുവൻ്റെ പാപത്തിന് പരിഹാരമായിരുന്നു. ഈശോയുടെ തിരുരക്തത്തിനായിട്ട് നമുക്ക് നമ്മെ തന്നെ കാഴ്ചവെക്കാം. നമ്മെ പൂർണ്ണമായും, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ പൂർവികരെ, നമുക്കുള്ളതെല്ലാം ഈശോയുടെ തിരുരക്തത്തിൻ്റെ കോട്ടയ്ക്കുള്ളിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ എന്ന് പറഞ്ഞ് നമുക്ക് കാഴ്ചവെക്കാം. നമുക്കെപ്പോഴും ഈ ഒരു സുകൃതജപം ചെല്ലാം. ഈശോയുടെ അമൂല്യമായ തിരുരക്തമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ എന്ന്. ഓരോ പ്രാവശ്യവും നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ തിരുരക്തം ലോകം മുഴുവനിലേക്കും കർത്താവിൻ്റെ കരുണ കൊണ്ട് ഒഴുക്കും. ഈശോയുടെ തിരുരക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നാണല്ലോ 1 യോഹന്നാൻ 1:7 നമ്മൾ വായിക്കുന്നത്. നമുക്കിന്നിങ്ങനെ പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, അങ്ങയുടെ തിരുക്കുമാരൻ്റെ ജീവദായകമായ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കുകയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. ആത്മാക്കളുടെ രക്ഷയ്ക്കായി അവസാന തുള്ളി രക്തം പോലും ചിന്തി പിതാവിൻ്റെ ഹിതം പൂർത്തിയാക്കിയ എൻ്റെ നല്ല ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സഹിച്ച അതിദാരുണമായ പീഡാനുഭവങ്ങളെയും അങ്ങ് ചിന്തിയ തിരുരക്തത്തെയും ഓർത്ത് എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ രക്ഷിക്കുകയും അന്ധകാര ലോകത്തിൻ്റെയും ദുഷ്ടമനുഷ്യരുടെയും പദ്ധതികളിൽ നിന്ന് കത്തോലിക്കാ സഭയെ സംരക്ഷിക്കുകയും എല്ലാ ആത്മാക്കളെയും മാനസാന്തരപ്പെടുത്തുകയും മരണാസന്നരായവരെ പൈശാചിക ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിച്ച് നിത്യമഹത്വത്തിനായി അവരെ ഒരുക്കുകയും ചെയ്യണമേ. ഈശോ മിശിഹായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ, എന്നിലും സകല മനുഷ്യരുടെയും ജീവിതത്തിലും എന്നേക്കും ഭരണം നടത്തണമേ. ആമേൻ. ഈശോയുടെ തിരുരക്തത്തിൻ്റെ ഒരു ചെറിയ ലുത്തിനിയ ഉണ്ട്. അത് നമുക്ക് ഒഴിവുള്ളപ്പോഴൊക്കെ പ്രാർത്ഥിക്കാം. എല്ലാ പ്രാർത്ഥനകളും നമുക്ക് എന്നും ചൊല്ലാൻ പറ്റില്ല. അതുകൊണ്ടാണ് സുകൃതജപം പോലെ ഈശോയുടെ തിരുരക്തത്തിൻ്റെ ഒരു സുകൃതജപം ഇപ്പോൾ പറഞ്ഞത്. യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ ലുത്തിനിയ നമുക്കിങ്ങനെ ഓർത്ത് മനസ്സിൽ ധ്യാനിക്കാം. ഗെത്സമേൻ തോട്ടത്തിലൊഴുകിയ യേശുവിൻ തിരുരക്തമേ, ഞങ്ങളെയും സകല ശുദ്ധീകരാത്മാക്കളെയും വിശുദ്ധീകരിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്യണമേ. എല്ലാ പ്രാർത്ഥനയ്ക്കും ഇങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഞങ്ങളെയും സകല ശുദ്ധീകരാത്മാക്കളെയും വിശുദ്ധീകരിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്യണമേ. പീലാത്തോസിൻ്റെ വീട്ടിൽ വെച്ച് കൽത്തുറുങ്കിലൊഴുകിയ യേശുവിൻ തിരുരക്തമേ, ചാട്ടവാറടിയേറ്റപ്പോൾ ചിന്തിയ യേശുവിൻ തിരുരക്തമേ, ഭാരമേറിയ കുരിശ് തോളിൽ വെച്ചപ്പോൾ ഒഴുകിയ യേശുവിൻ തിരുരക്തമേ, വേറോനിക്കായുടെ തൂവാലയിൽ ഒപ്പിയെടുത്ത യേശുവിൻ തിരുരക്തമേ, തിരുത്തോളിലൂടെ ഒഴുകിയ യേശുവിൻ തിരുരക്തമേ, തിരുവസ്ത്രങ്ങൾ ഉരിയപ്പെട്ടപ്പോൾ ചിന്തിയ യേശുവിൻ തിരുരക്തമേ, ഗാഗുൽത്തായിൽ കുരിശിന്മേൽ ചൊരിഞ്ഞ യേശുവിൻ തിരുരക്തമേ, ആണികൾ അടിച്ചു കയറ്റിയപ്പോൾ ചൊരിഞ്ഞ യേശുവിൻ തിരുരക്തമേ, കുന്തത്താൽ തിരുഹൃദയം കുത്തി തുറക്കപ്പെട്ടപ്പോൾ ചിന്തിയ യേശുവിൻ തിരുരക്തമേ, പരിശുദ്ധ അമ്മയുടെ തിരുവസ്ത്രങ്ങളിൽ ചൊരിയപ്പെട്ട യേശുവിൻ തിരുരക്തമേ, സകല മനുഷ്യരുടെയും മോചനമായ യേശുവിൻ തിരുരക്തമേ, പാപങ്ങൾ കഴുകുന്ന യേശുവിൻ തിരുരക്തമേ, സാത്താൻ്റെ കോട്ടകളും ബന്ധനങ്ങളും തകർക്കുന്ന യേശുവിൻ തിരുരക്തമേ, സാത്താൻ്റെ ആധിപത്യത്തിൽ നിന്നും ഞങ്ങളെ വീണ്ടെടുക്കുന്ന യേശുവിൻ തിരുരക്തമേ, സാത്താൻ്റെ കുടിലതന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുന്ന യേശുവിൻ തിരുരക്തമേ, ഞങ്ങളെ സംരക്ഷിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യുന്ന യേശുവിൻ തിരുരക്തമേ, ഒരിക്കലും വിലമതിക്കാനാവാത്ത യേശുവിൻ തിരുരക്തമേ, ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബങ്ങളുടെയും രക്ഷയായ യേശുവിൻ തിരുരക്തമേ,
സകല ബലിപീഠങ്ങളിലും ചിന്തപ്പെടുന്ന യേശുവിൻ തിരുരക്തമേ, തിരുവോസ്തിയിലൂടെ ഞങ്ങളുടെ ഉള്ളിൽ ഒഴുകുന്ന യേശുവിൻ തിരുരക്തമേ, തിരുഹൃദയത്തിൽ നിന്നും ഒഴുകുന്ന യേശുവിൻ തിരുരക്തമേ, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും മുറിവുകളെ ഉണക്കുന്ന യേശുവിൻ തിരുരക്തമേ, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന യേശുവിൻ തിരുരക്തമേ, ഞങ്ങളെ കഴുകണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളെ സംരക്ഷിക്കണമേ. ഗെത്സമേനി മുതൽ ഗാഗുൽത്ത വരെയും ചിന്തിയ യേശുവിൻ തിരുരക്തമേ, ഞങ്ങളുടെ സകല പാപങ്ങളും കഴുകി വിശുദ്ധീകരിക്കണമേ. വിശിഷ്യ മരിച്ചുപോയ സകല ആത്മാക്കളെയും ലോകത്തിലുള്ള സകല പാപികളെയും അങ്ങയുടെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കണമേ. ഞങ്ങളുടെ നാശം ആഗ്രഹിക്കുന്ന സകല ദുഷ്ടശക്തികളിൽ നിന്നും അങ്ങയുടെ തിരുരക്തത്താൽ പൊതിഞ്ഞ് ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ലഭിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും സൂക്ഷിച്ചു വെച്ച് നമ്മുടെ സൗകര്യം പോലെ നമുക്കെടുത്ത് അത് പ്രാർത്ഥിക്കാവുന്നതാണ്. ഈ പ്രാർത്ഥന ഓരോ നിമിഷത്തിലും നമ്മൾ ചൊല്ലേണ്ടതാണ്. ഈശോയുടെ തിരുരക്തമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ എന്ന്. കൂട്ടുകാരെ, ഇന്ന് ഒരു വലിയ വിശുദ്ധൻ്റെ തിരുനാളാണ്. അവനും അവൾക്കും ഒരു പുണ്യവാനും പുണ്യവതിയും ആകാമെങ്കിൽ എനിക്കെന്തുകൊണ്ട് ആയിക്കൂടാ? ഇതാണ് ചോദ്യം. ഇദ്ദേഹത്തിൻ്റെ ചോദ്യമാണ്. സ്പെയിനിൽ പിറനീസ് പർവ്വതത്തിൻ്റെ പാർശ്വത്തിലുള്ള ലയോള എന്ന മാളികയിലാണ് നല്ല വലിയ പണക്കാരായ മാതാപിതാക്കന്മാരിൽ നിന്നും ഈ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള പിറക്കുന്നത്. അങ്ങനെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനുള്ള ശിക്ഷണമാണ് ഈ വിശുദ്ധന് കിട്ടിയിട്ടുള്ളത്. കൊട്ടാരത്തിൽ വെച്ച് ഒരു യുദ്ധത്തിൽ, പമ്പലോണിയ എന്ന് പറയുന്ന യുദ്ധത്തിൽ ഒരു വെടിയുണ്ട ഏറ്റ് 2 കാലിനും മുറിവേറ്റ് വലത് കാല് ഒടിഞ്ഞു. പിന്നെ ആദ്യം കാല് സുഖപ്പെട്ടപ്പോൾ വലത് കാലിന് നീളവും കുറഞ്ഞു പോയി. അപ്പോൾ വീണ്ടും കാലൊടിച്ച് വീണ്ടും മുറിച്ച് വെക്കേണ്ടി വന്നു. അങ്ങനെ ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഈശോയുടെയും വിശുദ്ധരുടെയും ജീവചരിത്രം ധ്യാനപൂർവ്വം വായിച്ചു. അങ്ങനെയാണ് വിശുദ്ധ ഇഗ്നേഷ്യസ് ഈ ദൈവിക പാതയിലേക്ക് തിരിഞ്ഞത്. ജ്ഞാനപുസ്തകങ്ങൾ എന്തുമാത്രം ഒരു മനുഷ്യനെ സ്വാധീനിക്കും എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. വിശുദ്ധ ഇഗ്നേഷ്യസ് ഈ ജീവചരിത്രവും വിശുദ്ധന്മാരുടെ ചരിത്രവും വായിച്ചിട്ടാണ് ഇങ്ങനെയൊരു തീരുമാനമെടുത്ത് ഈശോ സഭയുടെ സ്ഥാപകനായി മാറുന്നത്. കുറേയധികം ആശ്രമങ്ങളും എല്ലാം അദ്ദേഹം പണിതുയർത്തിയിട്ടുണ്ട്. അദ്ദേഹം മരിക്കുമ്പോൾ സഭയ്ക്ക് 100 ഭവനങ്ങളും 1000 അംഗങ്ങളും ഉണ്ടായിരുന്നു. പ്രിയ കൂട്ടുകാരെ, വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയാണ് മിശിഹായുടെ ദിവ്യാത്മാവേ എന്നെ ശുദ്ധീകരിക്കണമേ എന്ന ആ പ്രാർത്ഥന എഴുതിയുണ്ടാക്കിയത്. നമുക്ക് ഇന്ന് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയോട് പ്രത്യേകം മാധ്യസ്ഥം ചോദിച്ച് പ്രാർത്ഥിക്കാം. നമുക്കും ഇതുപോലെ ഈശോയോടുള്ള ബന്ധം നിലനിർത്താൻ വേണ്ട കൃപാവരങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് നമുക്ക് വിശുദ്ധന്മാരോടും പ്രാർത്ഥിക്കാം, പ്രത്യേകം അവരുടെ തിരുനാൾ ദിനത്തിൽ. സഹോദരങ്ങളെ, ഓരോ വിശുദ്ധരും നമുക്ക് നൽകുന്ന മാതൃകയനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്താൻ നമുക്ക് ശ്രമിക്കാം. ഈശോയുടെ തിരുരക്തത്തിൻ്റെ കഴുകൽ എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ.